ദശാവതാരത്തിൽ പെടുന്ന അവതാരങ്ങൾ മാത്രമല്ല, അതിൽ പെടാത്ത അവതാരങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്ന അവതാരങ്ങളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള ഒരു അവതാരമാണ് കപിലാവതാരം. ഇവിടെ മുമ്പേ പറഞ്ഞ ഭീഷ്മ പിതാമഹൻ ഈശ്വരന്റെ ലീലയെ അറിയുന്ന ആൾക്കാരുടെ എണ്ണം എണ്ണി പറയുമ്പോൾ അതിൽ ഒരാളെ പേര് കപിലന്റേതായിരുന്നു. നാരദരറിയും, മനസ്സിലായില്ലേ? അതുപോലെ കപിലനെ പോലെയുള്ള ആൾക്കാർ അറിയുമെന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും ഭഗവാന്റെ സർവ്വലീലകളുടെയും അർത്ഥം അറിയുന്ന ആ ഉന്നതമായ സ്ഥാനം കപിലന് നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്, ഭീഷ്മര് പോലും. ഇവിടെ കപിലൻ ജ്ഞാനത്തിന്റെ പൂർണ്ണ സ്വരൂപനാണ്. ഭഗവാന്റെ ജ്ഞാനാവതാരമാണ് കപിലൻ. ഭഗവാന്റെ എല്ലാ ഗുണങ്ങളിലും ഏറ്റവും പ്രധാനമായത് ജ്ഞാനമാണ്. ഇപ്പൊ ഭക്തിയാണെങ്കിലും കർമ്മമാണെങ്കിലും രാജയോഗമാണെങ്കിലും ഈ മൂന്ന് മാർഗങ്ങളും പുഷ്ടിപ്പെടണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. ഭക്തിയാണ്. നമുക്ക് ഭഗവാനെ ആശ്രയിക്കാൻ ഭക്തി മതി. പക്ഷേ ഭക്തി വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. ഭാഗവതത്തിന് അങ്ങനെയല്ലേ പറയുന്നത്? ഭക്തി മാത്രം ഉണ്ടായാലും മതി എന്നാണോ പറയുന്നത്? എന്തുകൂടെ വേണം? ജ്ഞാനം ഉണ്ടാകണം. ജ്ഞാനം ഉണ്ടായി വൈരാഗ്യഭാവത്തെ ആർജിക്കണം, അല്ലേ? ഭക്തി ജ്ഞാന വൈരാഗ്യം ഇതാണല്ലോ ഭാഗവതത്തിന്റെ തലം എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ആ ഒരു നിലയിലേക്ക് നോക്കിയ ജ്ഞാനാവതാരമാണ് കപിലാവതാരം. ആ കപിലാവതാരത്തെ നമുക്കൊന്ന് ചിന്തിച്ചാൽ, ഇവിടെ കഥമൻ എന്ന് പറയപ്പെടുന്ന ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്ന് തന്നെ ജന്മമെടുത്തിട്ടുള്ള കർദമ പ്രജാപതി, അദ്ദേഹം തൻ്റെ യൗവനകാലത്ത് ദീർഘമായ തപസ്സി, ആ തപസ്സിലൂടെ സാക്ഷാൽ വിഷ്ണു ഭഗവാനെ പ്രസാദിപ്പിച്ചു. വിഷ്ണു ഭഗവാനോട് അദ്ദേഹം ഒരു വരം ആവശ്യപ്പെട്ടു, ഭഗവാനെ അങ്ങ് എനിക്ക് മകനായി പിറക്കണം. മനസ്സിലായില്ലേ? ഭഗവാൻ തനിക്ക് പുത്രനായി പിറക്കണം എന്നുള്ളൊരു വരം കർദമൻ നേടി. ഈ വരമൊക്കെ നേടിയതിനു ശേഷം കർദമൻ വീണ്ടും തപസ്സിന് ഒരു താല്പര്യം വന്ന് വീണ്ടും തപസ് ചെയ്ത് മുന്നോട്ട് പോയി. അപ്പൊ ഭൗതികമായ ഒരു മോഹമല്ലേ മകൻ എന്ന് പറയുന്ന സങ്കല്പം, അല്ലേ? ഭൗതികമായ ഒരു മോഹത്തിന്റെ ഒരു പരിണാമമാണ് ഭാര്യയും പുത്രനും എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൗതികമായ മോഹം നിലനിന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഭഗവാനോട് നേടിയത് മകനുള്ളതാണ് എങ്കിൽ, കുറെ കൂടി തപസ്സിലേക്കും നിഷ്ഠയിലേക്കും പോയപ്പോ ഈ ഭൗതിക മോഹം അദ്ദേഹത്തിൽ നിന്ന് വിട്ടകന്നു. മനസ്സിലായില്ലേ? ആ മോഹത്തെ അദ്ദേഹം ഉപേക്ഷിച്ചു. ആ ഭൗതിക മോഹത്തെ ഉപേക്ഷിച്ച് അദ്ദേഹം കുറെ കൂടി ആധ്യാത്മികമായ ബോധത്തിലേക്ക് എത്തി. എന്താ? ഒന്നും ഒരു ഭൗതികമായ കാമനകളുമില്ലാതെ പരിപൂർണ മുക്തനായി ഈശ്വരനെ പ്രാപിക്കുക. പരിപൂർണ മുക്തനായി ഈശ്വരനെ പ്രാപിക്കുന്നതിൽ പുത്രൻ എന്ന് പറയുന്നത് അസംഭവ്യമായി വരികയും ചെയ്യും. പക്ഷെ ഭഗവാൻ അങ്ങനെ ഒരു വരം കൊടുത്തിട്ടും ഉണ്ട്. മനസ്സിലായില്ലേ? ഈ രണ്ട് ഭാവവും ആരിലേക്ക് വന്നു? കർദമനിലേക്ക് വന്നു. ആ കർദമൻ ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനോവ്യവഹാരം പൂർണ്ണമുക്തനായി, ആരോടും ഒരു ബന്ധമില്ലാതെ, മനസ്സിലായില്ലേ, ഒരു കെട്ടുകൾ കൊണ്ടും ബന്ധിക്കപ്പെടാതെ ഈശ്വര ചിന്തയിൽ മാത്രം മുഴുകി ഈ ജീവിതത്തെ പരിപൂർണ ആനന്ദത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കർദമന്റെ മുന്നിലുള്ള അവസ്ഥ. ഇതേ സമയത്ത് തന്നെ സായംഭൂ മനുവും ശതരൂപദേവി, നമ്മൾ മുമ്പ് പരാമവതാര സമയത്ത് ഈ പേര് ചർച്ച ചെയ്തതാണ്. ഭൂമി പാലനത്തിന് വേണ്ടി ബ്രഹ്മാവ് നിയോഗിച്ചവരാണ് സായംഭൂവും ശതരൂപയും. ഇവർക്ക് 5 മക്കളാണ്. ഈ 5 മക്കള് ആഹുതി, പ്രസൂതി, അതുപോലെ ദേവഹൂതി, ഉത്താനപാലൻ, പ്രിയംവരൻ. 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അതില് ദേവഹൂതി എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സർവഗുണ സമ്പന്നയായ മകൾക്ക് യോജിച്ച ഒരു വരനെ കണ്ടെത്തുക എന്നത് മാതാപിതാക്കളുടെ കർമ്മം എന്ന നിലയിൽ അവരെ ഏറ്റെടുത്തു. ഇപ്പൊ പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ മാതാപിതാക്കളുടെ ഭാരം കുറച്ചു കൊടുക്കുന്നവർ ഇപ്പോഴത്തെ മക്കൾ. എന്താ കാര്യം? പണ്ട് അല്ലേ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് യോജിച്ച വരനെ കണ്ടെത്തണം, അതിന്റെ ചുറ്റുവട്ടങ്ങളൊക്കെ അന്വേഷിക്കണം. ഇതെല്ലാം ചെയ്യേണ്ട ജോലി ആർക്കാ? മാതാപിതാക്കൾക്കാ. പലപ്പോഴും അവരൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോഴാണ് പെൺകുട്ടികൾക്ക് തോന്നിയോ കല്യാണം കഴിക്കാനുള്ള പ്രായമായോ. ഇപ്പൊ നേരെ തിരിച്ചാണ്, അല്ലേ? ഇപ്പം പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് തന്നെ
ശരിയല്ലേ? ഇപ്പൊ ചില അമ്മമാര് ചില സമയത്ത് ചിലരോടൊക്കെ സംസാരിച്ച വീട്ടിലുള്ള രക്ഷകർത്താക്കൾ പറയുന്ന ചില അഭിപ്രായമുണ്ട്. വീട്ടിൽ 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടി വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറയുന്നത്, അമ്മേ ഇത് അവളെൻ്റെ ഗേൾ ഫ്രണ്ടാണ്, ഞാൻ അവളെ കല്യാണം കഴിക്കുന്നത് കേട്ടോ, അവളെ നമുക്ക് ഓണത്തിന് വിളിക്കണേ. അവർക്ക് അറിയില്ല എന്താണെന്നൊന്നും. പക്ഷെ ചില ലോകത്ത് ജീവിക്കുന്ന ഇന്നത്തെ സിനിമയും സീരിയലുകളും ഇന്നത്തെ സമൂഹത്തിൻ്റെ സ്വാധീനിക്കുന്ന വിഷയങ്ങളും ഒക്കെ അവരെ കുഞ്ഞുനാളിലെ ഈ ചിന്തയിലേക്ക് എത്തിക്കുന്നുണ്ട്. ശരിയല്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ ഈ അടുത്ത കാലത്ത് കുട്ടികളുടെ കയ്യിൽ എല്ലാം ഈ മൊബൈൽ വന്നു. കാരണം ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഈ കോവിഡിന് ശേഷം മൊബൈൽ വന്നു. അപ്പൊ അതിൽ പല വീടുകളിലെയും ഒരു വിഷയമാണ്. കൂടെ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ നമ്പർ സ്കൂളിലുള്ള ഈ പഠന ഗ്രൂപ്പുകളിൽ പെടുന്നത് കൊണ്ട് പല ഗ്രൂപ്പിലൊക്കെ കല്യാണാഭ്യർത്ഥനയൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുന്ന 4ാം ക്ലാസ്സുകാരനും 5ാം ക്ലാസ്സുകാരനും ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഇത് തിരിച്ചുകൊണ്ട് ഇപ്പൊ പണ്ടത്തെ കണക്കുള്ള പ്രയാസമൊക്കെ അവരൊക്കെ ലഘൂകരിച്ചു. പണ്ടങ്ങനെയല്ല. ഏറ്റവും യോജിച്ച ഉചിതമായിട്ടുള്ള ഒരു വരനെ കണ്ടെത്തി ആ വരന്റെ കൈകളിൽ തങ്ങളുടെ മക്കളെ ഏൽപ്പിക്കുക എന്നത് ഒരു രക്ഷകർത്താവിന്റെ ജീവിത കർത്തവ്യമാണ്. ഇവിടെ സായംഭൂമനും ശബരൂപദേവിയും ഉത്തമനായിട്ടുള്ള വരനെ അന്വേഷിച്ചു. പലതരത്തിലും അന്വേഷിച്ചിട്ട് ഇവരുടെ മുന്നിലേക്ക് ഒരു പേര് ഉയർന്നു വന്നില്ല. ഇവർ ബ്രഹ്മദേവനെ കണ്ടു. പിതാവായ ബ്രഹ്മദേവനോട് ചോദിച്ചു. ബ്രഹ്മദേവൻ പറഞ്ഞു, കർദമൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഇപ്പൊ തപസ്സിലാണ്, അദ്ദേഹത്തെ പോയി കാണുക, അദ്ദേഹത്തിന് കന്യാദാനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബ്രഹ്മദേവന്റെ അനുവാദത്തോടു കൂടി ഇവര് കർദമ പ്രജാപതിയെ കാണാനെത്തി. കർദമനെ വന്ന് കാണുന്ന സമയത്ത് കർദമൻ തന്റെ ആശ്രമത്തിലേക്ക് ഇവരെ സൽക്കരിച്ചിരുത്തി. വന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങളുടെ മകൾക്കൊരു വരനെ അന്വേഷിച്ചിറങ്ങിയതാണ്, ഉത്തമനായ ഒരു വരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കർദമൻ പറഞ്ഞു, വളരെ നല്ലതാണ്. കാരണം ഏതൊരു മാതാപിതാക്കളും തങ്ങളുടെ മക്കൾക്ക് ഏറ്റവും ഉത്തമനായ വരനെ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞു. നടക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. അല്ല, അതൊക്കെ ശരിയാണ്, പക്ഷെ നടക്കണമെങ്കിൽ അങ്ങും കൂടി വിചാരിക്കണം. കർദമൻ ചോദിച്ചു, അതെന്താ ഞാൻ വിചാരിക്കേണ്ട കാര്യം എന്താ? അല്ല, അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വരൻ. കർദമൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. മനസ്സിലായില്ലേ? ഈ പറയുന്ന ലൗകിക ജീവിതത്തിനോടുള്ള താല്പര്യം എനിക്കില്ല എന്ന് കർദമൻ തുറന്നു പറഞ്ഞു. ഇവർ നിർബന്ധിച്ചിട്ടും രക്ഷയില്ല. ഇവരവസാനം കർദമനോട് പറഞ്ഞു, ബ്രഹ്മദേവൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ വിധാതാവായ ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് അസത്യമാവില്ല എന്ന് കർദമൻ അറിയാം. കർദമൻ ആ സമയത്ത് കർദമന്റെ മനസ്സിൽ ഭഗവാൻ എന്ന് പണ്ട് വരം നേടിയത് ഓർമ്മയിൽ വന്നു. ഭഗവാൻ പുത്രനായി ജനിക്കും അല്ലേ? അങ്ങനെ ഒരു വരം ഞാൻ പണ്ട് നേടിയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വിവാഹത്തോട് താല്പര്യമില്ല. അന്ന് എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നപ്പോൾ ഞാനൊരു വരം നേടിയിട്ടുണ്ട്. ഇനി ഭഗവാൻ കൊടുത്ത വരം അസത്യമാവുമോ? അതും അസത്യമാവില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് ആരും കൂടെ നിൽക്കൊണ്ട് ദേവഭൂതി കൂടെയുണ്ട്. കർദമനെ ബ്രഹ്മാവ് കൂടി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിരസിക്കാൻ സാധിക്കില്ല. കർദമൻ പറഞ്ഞു, ശരി, ഞാൻ വിവാഹം കഴിക്കാം, പക്ഷെ ഒരു ഉപാധിയുണ്ട്. കല്യാണം കഴിക്കുന്നതിന് ഒരു ഉപാധി വെച്ചു, ഒരു ഉടമ്പടി വെച്ചു. എന്താ ഉടമ്പടി? വിവാഹം കഴിഞ്ഞ് എപ്പോഴെങ്കിലും എനിക്ക് ഈ ഗൃഹജീവിതത്തോട് താല്പര്യം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞാൻ ഉപേക്ഷിച്ചു പോകും. നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിലൊരു വിവാഹത്തിന് വേണ്ടി വിവാഹം ആലോചിച്ച് വരുന്ന വരൻ വീട്ടിലെ പെണ്ണിന്റെ മാതാപിതാക്കളോട് പറയുകയാണ്, എനിക്ക് താല്പര്യം കുറയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ മകളെ ഞാൻ ഉപേക്ഷിച്ച് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വഴിയെ പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ച് കൊടുക്കുമോ? ഇനി അങ്ങനെയുള്ള ഒരാളെ ഭർത്താവായി സ്വീകരിക്കാൻ ഏതെങ്കിലും പെൺകുട്ടികൾ തയ്യാറാവുമോ? തയ്യാറാവുമോ? ഓ, രക്ഷപ്പെട്ടു, തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമല്ലോ. അത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന തോന്നല. പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ ഉടമ്പടി നമ്മൾ അംഗീകരിക്കുമോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം പറയുകയാണ്, എനിക്കിത് ഇഷ്ടമില്ലെങ്കിൽ ഞാനൊക്കെ ഒഴിഞ്ഞു പോകും. സന്തോഷം. കാര്യം എന്താ? അനുഭവം അത് നമ്മൾ അംഗീകരിക്കും. പക്ഷെ കല്യാണത്തിന് മുമ്പ് അങ്ങനെയല്ലല്ലോ. അവിടെ ഒരു സ്വപ്ന ലോകത്തെ അല്ലേ ജീവിതമാണ് നമ്മളെല്ലാവരും ഉണ്ടാവുന്നത്. പക്ഷേ ഈ ഉടമ്പടി മാതാപിതാക്കൾ അംഗീകരിച്ചു.
അതുപോലെ തന്നെ ദേവഹൂതിയും അംഗീകരിച്ചു. അച്ഛനമ്മയുടെ നിർബന്ധമൊന്നും വേണ്ട, ദേവഹൂതിയും തയ്യാറായി. ഇവിടെ എന്താണ് ഇതിന് കാരണം? പലതരം കാരണങ്ങളുണ്ട്. ഒന്ന്, ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചതാണ്. ഏതെങ്കിലും ഒരു കൃത്യതയില്ലാതെ ബ്രഹ്മദേവൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ തയ്യാറായി. പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിന്തിച്ചത്, ഒരു യോഗ്യതയും ഇല്ലാത്തവൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ വർഷങ്ങളോളം താമസിക്കുന്നതിനേക്കാളും നല്ലതല്ലേ യോഗ്യനായ ആളുകളുടെ കുറച്ചു കാലമാണെങ്കിലും ജീവിക്കുന്നത്, അല്ലേ? ഇത് തെറ്റോ ശരിയോ എന്നുള്ളത് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന വിവാഹം കഴിച്ച് താമസിക്കുന്നവരാണ്, അല്ലേ? കാരണം ഏറ്റവും യോഗ്യനായ ഒരാളിനോടൊപ്പം താമസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമാണ്. പിന്നെയോ, വിവാഹത്തിലൂടെ ഒരു സ്ത്രീ നേടാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്താനങ്ങളെയാണ്. ഏറ്റവും നല്ല സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കണമെങ്കിൽ അതിന് പ്രാപ്തനായ ആൾ കൂടി ആയിരിക്കണം ആ സന്താനത്തിന് ജന്മം കൊടുക്കുന്നത്, അല്ലെങ്കിൽ സന്താനങ്ങളെ കിട്ടുമോ? പിന്നെയോ, സാക്ഷാൽ വിഷ്ണു ഭഗവാൻ മകനായി പിറക്കാൻ ഒരു വരം താൻ മുമ്പ് നേടിയിട്ടുണ്ടെന്ന് കർമ്മത പ്രജാപതി ഇടയ്ക്ക് ഭംഗ്യാദരണ എന്ന് സൂചിപ്പിക്കുന്ന ദേവഹൂതി കേട്ടു. അപ്പോൾ ആ വിഷ്ണു ഭഗവാന്റെ അമ്മയാകാൻ, വിഷ്ണുവിൻ്റെ അവതാരത്തിൽ ആ ഈശ്വര ജന്മത്തിൻ്റെ മാതാവാൻ കിട്ടുന്ന ഒരു സൗഭാഗ്യം, കർദമൻ പിതാവാൻ സൗഭാഗ്യം നേടിയത് ദീർഘകാലം തപസ് ചെയ്തിട്ടാണ്. മനസ്സിലായില്ലേ? ഈ തപസ്സൊന്നുമില്ലാതെ തന്നെ ഈ തപസ് ചെയ്ത ആളിനെ ഭർത്താവായി നേടുന്നതിലൂടെ ആ മഹാഭാഗ്യത്തിന് തനിക്കും അവസരം കിട്ടുമെന്ന് ആർക്കും മനസ്സിലായി? ദേവഹൂതിക്ക് മനസ്സിലായി. ദേവഹൂതി പറഞ്ഞു, റെഡിയാണ്. വിവാഹം കഴിഞ്ഞു. ഈ വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്ക് കർദമൻ വിവാഹാനന്തര കുടുംബജീവിതത്തിലേക്കൊന്നും പ്രവേശിക്കുന്നതിൽ താല്പര്യം കാണിച്ചില്ല. കർദമൻ പഴയതുപോലെ തപസ് ചെയ്ത് ധ്യാനം ചെയ്ത് പൂജ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് വന്നു തുടങ്ങി. ദേവഹൂതി ആകട്ടെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് ഒരു തരത്തിൽ പോലും ശല്യപ്പെടുത്താതെ, തൻ്റെ സാന്നിധ്യം ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ, എന്നാൽ അദ്ദേഹത്തിന് സഹായകരം കൂടിയാകുന്ന നിലയിൽ അദ്ദേഹത്തിന് പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ ഒരുക്കി കൊടുക്കുക, ഭക്ഷണം ഒരുക്കി കൃത്യസമയത്ത് കൊടുക്കുക, അദ്ദേഹത്തിന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വളരെ മൗനിയായി ഒരു തപസ്വിനിയെ പോലെ നിശബ്ദമായി ആര് മാറി? ദേവഹൂതി മാറി. നമ്മളെ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവരെ എങ്ങനെ കിട്ടുമോ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഒരു കുടുംബ ജീവിതത്തിലെ ലൗകിക ജീവിതത്തിലേക്ക് ആരും പ്രവേശിച്ചിട്ടില്ല, കർദമൻ പ്രവേശിച്ചിട്ടില്ല. എല്ലാത്തിനോടും വിദഗ്ധനെന്നതുപോലെ ജീവിച്ചു. പക്ഷെ ഇതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം ഏറ്റവും യോഗ്യനായ തൻ്റെ ഭർത്താവ് പ്രകടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ആ യോഗ്യതയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സാർക്കുണ്ടായി, ദേവഹൂതിക്കുണ്ടായി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഒരു കുടുംബജീവിതം വികസിക്കുന്നത് നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം മാനസികമായ വലിപ്പം കൊണ്ടാണ്. ആ മാനസികമായ വലിപ്പം ചെറുതായാൽ അതിൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് സ്ഥാനം ഉണ്ടാവുമോ? ഭർത്താവിൻ്റെ മനസ്സിൽ ഭാര്യയ്ക്കും ഉണ്ടാവില്ല, മക്കൾക്കും ഉണ്ടാവില്ല. ഭാര്യയുടെ മനസ്സിൽ ഭർത്താവിനും മക്കൾക്കും സ്ഥാനം, അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ? മനസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തിരുന്ന് ഉണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ നമ്മളെയൊക്കെ പല വീടുകളിലും മനസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, പക്ഷെ ഇപ്പോഴും ഒരു ബെഡ്റൂമിലും അടുത്തിരുന്ന് ഊണുകയും ഒരു വീട്ടിൽ കഴിയുകയും ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ പല കുടുംബവും. ശരിയല്ലേ? ഇപ്പൊ പിന്നെ ഒരു ഗുണം കൂടിയുണ്ട്, പരസ്പരം മിണ്ടാതിരിക്കാൻ പണ്ട് പറ്റാത്തത് കൊണ്ട് അത്യാവശ്യം വീട്ടു പറഞ്ഞു. ഇപ്പൊ അതും വേണ്ട, ഇപ്പൊ മൊബൈൽ വഴിയേ. ചോറ് വിളമ്പി വെച്ചിട്ട് ഒരു മെസ്സേജ്, സൗകര്യം ഉണ്ടെങ്കിൽ വന്ന് കഴിച്ചിട്ട് പോ. മനസ്സിലായില്ലേ? അവിടെ പ്രശ്നം വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഉപാധികളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ശരിയല്ലേ? ഒരു വീട്ടിൽ പോയി ഒരു ദിവസം ഇങ്ങനെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അപ്പോൾ ആ വീട്ടിലെ ചേട്ടനുമായിട്ടൊരു ഉച്ച സമയമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തൊട്ടടുത്ത ഡൈനിങ് റൂമോ ഒരു കത്തിലിട്ടാണ് മറച്ചിരിക്കുന്നത്. കട്ടിയുള്ള കത്തിലിട്ടിട്ടാണ് ചെയ്യുന്ന മുറിയിൽ പോയിട്ട് ഒരു ഹാള് മറച്ചിരിക്കുന്നത്. അവിടെ ഒരു ഗ്ലാസ് വീഴുന്ന ശബ്ദം കേട്ടു. അപ്പോൾ സംസാരിച്ച ചേട്ടൻ പറഞ്ഞു, ബാ
അഭിലാഷം നമുക്ക് ചോറിട്ടിട്ട് സംസാരിക്കാം. ഞാൻ ചോദിച്ചു, അല്ല ഊണ് സമയമായിട്ട് ആയോ? ഇത്ര നേരത്തെ വിളിച്ചതൊന്നുമില്ലല്ലോ. അതെ, 2-3 ദിവസമായിട്ട് അവിടെ വെളിയൊന്നുമില്ല, ഗ്ലാസ് ഇട്ട് സൂചനയില്ല. ആ സമയത്ത് നമ്മളങ്ങനെ ചെന്നോളാം. അത് കൃത്യമാണ്. ക്ലാസ് കഴിയണമെന്ന് ചെന്നപ്പം അപ്പുറത്ത് ചെന്നപ്പം നമുക്ക് ഉൾപ്പെടെ ഒരു പ്ലേറ്റിൽ വിളങ്ങി 2 പ്ലേറ്റിനകത്തെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്നിട്ട് ചേച്ചി വിളക്കത്തിലൊക്കെ പോയി, വൈദ്യത്തിനുള്ള ഇഷ്ടക്കുറവിട്ടാണ് എന്തോ വിളക്കത്തിലൊക്കെ പോയി. അപ്പോൾ ഇത് കഴിച്ച് തീർന്നു കഴിയുമ്പോഴോ ഞാൻ നല്ലൊരു ഏപ്പക്കം വിടും. അപ്പോൾ അവിടെ വന്ന് ക്ലാസ്സിലോട്ട് പോയി. എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ കുടുംബജീവിതമൊക്കെ നമ്മുടെ വീട്ടുകാർ കൈകാര്യം ചെയ്തെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും വലിയ അഭ്യാസമാണ്. മനസ്സിലല്ലേ? ഏതെങ്കിലും സർക്കസുകാർ പോലും നടത്താറില്ല കേട്ടോ. ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പ്രയാസം ചെറുതങ്ങാണോ ആണോ? ലോകത്തിലെ ഏറ്റവും പ്രയാസമുള്ള പണിയാണ് ഈ കുടുംബജീവിതം. ചിലർ പറയും തപസ് ചെയ്യലൊക്കെയാണ്. ഒന്നുമല്ല, അതൊക്കെ നിസ്സാരമാണ്. കാര്യം എന്താ? വേറൊരാളിൻ്റെ ഭീഷണിയും വേറൊരാളുടെ പരിഭവവും കഥനകഥകളും കുത്തുവാക്കുകളും ഒന്നും കേൾക്കണ്ട. സ്വന്തം ചിന്തയിലൊക്കെ പോയാൽ പോലെ. ശരി, ഇവിടെ ഈ പറയുന്ന ദേവഭൂതി വളരെ നിശ്ചലമായി ഭർത്താവിനെ ശുശ്രൂഷിച്ച് കഴിഞ്ഞുപോയി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ദേവഭൂതിയിലും ചില മാറ്റങ്ങളുണ്ടായി. അതുവരെ രാജകുമാരിയായി ജീവിച്ച ദേവഭൂതിയിൽ സഹനശക്തി വർദ്ധിച്ചു. സഹനശക്തി ഇല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഭർത്താവുമായിട്ട് അടിയാവും അല്ലേ? ക്ഷമ വർദ്ധിച്ചു, ഭഗവത് ചിന്ത വർദ്ധിച്ചു. കാരണം എന്താ? ഭർത്താവ് 24 മണിക്കൂറും ഈശ്വര ചിന്തയിലാണ്. അത് അനുഭവിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നിരുന്ന് അദ്ദേഹം ജപിക്കുന്ന മന്ത്രങ്ങളൊക്കെ കേട്ട് ദേവഭൂതിയും അറിയാതെ ഇതൊക്കെ ഉച്ചരിച്ച് ദേവഭൂതിയും നല്ല ഒന്നാന്തരമായ ഒരു ഈശ്വരാരാധനയുടെ പാത്രമായി മാറി. ഇതെല്ലാം കർദമൻ എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ബോധപൂർവമാണ്. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന അർഹതപ്പെട്ട സ്വഭാവ ഗുണങ്ങളിലേക്ക് തൻ്റെ പത്നിയെ ഉയർത്തുകയാണ് ആര് ചെയ്തത്? കർദമൻ ചെയ്തത്. ഏറ്റവും വലിയ സ്വഭാവ ഗുണം ഏതാ? ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വഭാവ ഗുണം ഏതാ? ക്ഷമയാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ തിരിഞ്ഞു നോക്കാത്ത ഭർത്താവിനെ മറുത്തൊരക്ഷരം കൂടാതെ പരിചരിക്കുക എന്നതിനേക്കാളും വലിയ ഒരു ക്ഷമ ലോകത്ത് വേറെ ഉണ്ടോ? 1-2 ദിവസമല്ല, കാലങ്ങളോളം. മനസ്സിലായില്ലേ? വിവാഹം കഴിഞ്ഞ് കാലങ്ങളോളം തൻ്റെ കൂടെ ഒരു ഭാര്യയുണ്ട് എന്ന പാപം പോലും ആര് കാണിച്ചിട്ടില്ല? കർദമൻ കാണിച്ചിട്ടില്ല. അത്ര ഉദാത്തമായ ക്ഷമയിലേക്ക് ആരെ എത്തിച്ചു? ദേവഭൂതിയെ ഉയർത്തി. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ? സാക്ഷാൽ വിഷ്ണു പുത്രനായി ജനിക്കേണ്ടത് ഈ ഉദരത്തിലാണ്. ആ സദ്ഗുണങ്ങളോട് കൂടി അമ്മയിലല്ലാതെ വേറെടുത്ത് ഭഗവാൻ വരുമോ? ഇല്ല. ഏറെക്കാലം കഴിഞ്ഞപ്പോൾ കർദമൻ ചോദിച്ചു, അല്ല എല്ലാ ദിവസവും ചോറൊക്കെ വിളമ്പി തരുന്നുണ്ടല്ലോ, പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി തരുന്നുണ്ടല്ലോ, നീ ആരാക്കെ കൊച്ചെന്ന് ചോദിച്ചു. മനസ്സിലായില്ല. ഈ സമയം ദേവഭൂതി പറഞ്ഞു, അറിയില്ലേ, ഞാൻ അങ്ങ് വിവാഹം കഴിച്ചതിനെ താമസിപ്പിച്ചേ. ഓ, അങ്ങനെയാണല്ലേ, ക്ഷമിക്കണം. ഞാൻ വേണ്ട പരിചരണങ്ങളും വേണ്ട നിലയിലൊന്നും ഞാൻ നിന്നെ അംഗീകരിച്ചില്ല എന്നത് ക്ഷമിക്കണം എന്നും കൂടി ആര് പറഞ്ഞു? കർദമൻ പറഞ്ഞു. പിണക്കം തീർക്കാൻ ഏറ്റവും നല്ലത് എന്താ? ക്ഷമ പറഞ്ഞു. ഈ പലപ്പോഴും ഈ ക്ഷമയൊന്നും പറയാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് പല വീട്ടിലെ ഉപകരണങ്ങളൊക്കെ വീട്ടിന് പുറത്തേക്ക് പോകുന്നത് അല്ലേ? കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഒരു ചൊല്ലു പറയാറുണ്ട്. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ കാലം മുഴുവൻ ഭാര്യ പറയും, ഭർത്താവ് കേൾക്കും. കുറച്ച് നാൾ കഴിഞ്ഞ് ഭർത്താവ് പറയും, ഭാര്യ കേൾക്കും. കുറേ നാൾ കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ പറയും, നാട്ടുകാർ മുഴുവൻ കേൾക്കും. അപ്പോഴാണ് കുടുംബജീവിതം നാട്ടുകാർ അറിയുന്നത് അപ്പുറത്ത് വലിയൊരു കുടുംബം ഉണ്ടെന്ന്. തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കർദമൻ പറഞ്ഞു, ക്ഷമിക്കണം. ഒരു ക്ഷമ പറഞ്ഞാൽ ചിലപ്പോൾ വലിയ പരാതികളൊക്കെ അല്ലേ നിസ്സാരമായി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാനുള്ള മനസ്സ് വേണം, ഒരാൾക്ക് മാത്രമല്ല. ശരി, നിന്റെ ആഗ്രഹം എന്താണ്? പറഞ്ഞോളാൻ പറഞ്ഞു. സന്താനങ്ങൾ ഉണ്ടാവണം. കർദമൻ പറഞ്ഞു, അംഗീകരിച്ചു. തൽപരം സന്താന ഉൽപാദന കർമ്മങ്ങളിലൂടെ 9 കുഞ്ഞുങ്ങൾ ജനിച്ചു. 9 പേര് പെൺകുട്ടികളായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കർദമൻ പറഞ്ഞു,
പറഞ്ഞു, ഞാൻ പണ്ടൊരു ഉപാധി പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും കുടുംബജീവിതത്തിനോട് വിരക്തി വന്നാൽ ഞാൻ ഉപേക്ഷിക്കും. എനിക്കിപ്പോൾ ഈ ജീവിതത്തിനോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു, ഞാൻ ഇവിടെ വിട്ടു പോവുകയാണെന്ന് ആര് പറഞ്ഞു? കർദമൻ ഭാര്യയോട് പറഞ്ഞു. ജീവിതത്തിൽ ഇതുവരെയും ഭർത്താവിൻ്റെ ഒരു മനോഭാവത്തിനും എതിര് പറയാത്ത ദേവഭൂതി ഇവിടെ ഒരു അപേക്ഷ മുന്നോട്ട് വെച്ചു. അങ്ങ് പോകുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്, പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനതിന് തടസ്സമൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങ് എന്നോടൊരു കാരുണ്യം കാട്ടണം. എന്താ, ഈ 9 പെൺകുട്ടികളെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ ഗൃഹങ്ങളിലേക്ക് പോയാൽ, അങ്ങും ഇപ്പോൾ എന്നെ വിട്ടുപോയാൽ ആരും ആശ്രയമില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തപ്പെടും. ആ ദുഃഖത്തിൽ നിന്ന് എന്നെ പരിരക്ഷിക്കാൻ വേണ്ടി അങ്ങ് എനിക്കൊരു പുരുഷനെ മകനായി തന്നാലും ഒരു പുത്രനെ തന്നാലും എന്ന് അഭ്യർത്ഥിച്ചു. ഇവിടെ ദേവഭൂതി എന്തുകൊണ്ടാണ് ഈ വരം കൃത്യമായി ചോദിച്ചു മേടിച്ചെന്ന് ചോദിച്ചാൽ, കർദമൻ വീണ്ടും വിസ്മരിച്ചു ഭഗവാൻ മകനായി പിറക്കുമെന്നുള്ള ആ വരം. മനസ്സിലായില്ലേ? ദേവഭൂതിയുടെ ഉള്ളിൽ ഇത് കേട്ട നിമിഷം മുതൽ ഈ മോഹം ഉള്ളിലേക്ക് ദേവഭൂതി, കാരണം ഈശ്വരനെ നേടാൻ കിട്ടുന്ന ഒരവസരമുണ്ടെങ്കിൽ വിവേകമുള്ള ജീവൻ അതിനെ ഉപേക്ഷിക്കുമോ? മനസ്സിലായില്ലേ? വിവേകമുള്ള ആളാണ് ആര്? ദേവഭൂതി. ആ വിവേകബോധമുള്ളത് കൊണ്ടാണ് ദേവഭൂതി ഈ ഭഗവാന് കുഞ്ഞായി ജനിക്കാൻ വേണ്ടി ഇത്രയും സാഹസം മുഴുവൻ ആരേറ്റെടുത്തത്? ദേവഭൂതി ഏറ്റെടുത്തത്. അപ്പൊ ഈശ്വരനെ നേടാൻ കിട്ടുന്ന ഒരു അവസരത്തിന് വേണ്ടി എത്ര കഷ്ടപ്പാടുകളോ, എത്ര പ്രതിസന്ധികളോ, എത്ര അവഹേളിക്കപ്പെടലോ ഉണ്ടായാൽ പോലും അതിനെ തരണം ചെയ്യാനുള്ള മനസ്സാർക്കുണ്ടാവണം, ഭഗവാനെ നേടുന്ന ഭക്തനുണ്ടാവണം. അതിന്റെ ഒരു ഉദാഹരണമാണ് ദേവഭൂതി. കർദമൻ പറഞ്ഞു, ശരി, അടുത്തതൊരു പുരുഷ പ്രജയായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞാണ് കപിലവാസുദേവൻ. ഭഗവാന്റെ അവതാരത്തിന്റെ സ്വരൂപനായി ആര് ജനിച്ചു? കപിലൻ ജന്മമെടുത്തു. ആ കപിലന് ബാല്യകാലത്തുള്ള വേണ്ട ഉപചാരങ്ങളൊക്കെ പിതാവ് ചെയ്തു കൊടുത്തു. ആവശ്യമുള്ള ജ്ഞാനത്തെയൊക്കെ പകർന്നു. പിതാവ് എന്നുള്ള നിലയിൽ ചെറുതൊക്കെ ചെയ്യണമല്ലോ, അതെല്ലാം ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കർദമൻ പറഞ്ഞു, ദേവഭൂതി, നിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നിനക്കിതാ ഒരു മകനെ ലഭിച്ചിരിക്കുന്നു, ഇനി എനിക്ക് പോകുന്നതിന് തടസ്സമില്ലല്ലോ. ദേവഭൂതി പറഞ്ഞില്ല, കാരണം അങ്ങയുടെ ഇച്ഛയാണ്, ഞാൻ തടഞ്ഞിട്ടും കാര്യമില്ല. കർദമൻ യാത്ര പറയുകയാണ്. ഈ യാത്ര പറയുന്ന വേളയിൽ ഒരു പ്രകടമായ ഒരു ശൈലി ഉണ്ടായി. കർദമൻ യാത്ര പറഞ്ഞു ദേവഭൂതിയോട്, ഞാനിവിടം വിട്ടു പോവുകയാണ്. ഇനി ഈ വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ പിന്നെ പോയിട്ട് കുറച്ചു കാലം തിരിച്ചു വരക്കൊന്നുമില്ല. മനസ്സിലായില്ലേ? കാരണം എന്താ, ഭൗതിക ജീവിതത്തിനോട് പൂർണ്ണ വിരക്തിയോടുകൂടി പോവുകയാണ്. ഇനി ഭഗവത് പദം അടയുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അങ്ങനെ പോകാൻ തയ്യാറാവും. അപ്പോൾ ദേവഭൂതികൾ യാത്ര പറഞ്ഞു വന്നിട്ട് കപിലന്റെ അടുത്ത് വന്നു. മകനോട് യാത്ര പറയുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ബാഹ്യാചാരത്തിന് കാണുന്നതിന് വിപരീതമായ ഒരു കർമ്മം കൂടി കർദമൻ ചെയ്തു. കർദമൻ മകന്റെ പാദത്തിൽ നമസ്കരിച്ചു. ബാഹ്യമായ ആചാരത്തിൽ വെച്ച് നോക്കിയാൽ അത് തെറ്റാണ്. പക്ഷേ ആചാരങ്ങളും ഈശ്വരചിന്തയെ പ്രാപിക്കാൻ വേണ്ടിയുള്ളതാണ്, ഈശ്വരചിന്തയ്ക്ക് മുകളിലുള്ളതല്ല. ഇപ്പൊ നമ്മളൊക്കെ ചില ആചാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പറയും ഈശ്വരചിന്തയേക്കാൾ മുകളിൽ ആചാരമാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ചില ആചാരത്തിൽ കയറി പിടിക്കുന്നത്. മനസ്സിലായില്ലേ? ഈശ്വരചിന്തയെ പ്രാപിക്കാൻ വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ് ആചാരം. ഇവിടെ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് തന്റെ മുന്നിൽ മകനായി നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ അവിടെ മകൻ എന്ന ഭാവത്തിൽ കാണണോ ഈശ്വരൻ എന്ന ഭാവത്തിൽ കാണണോ? ഏറ്റവും ഉന്നതമായ ഭാവം ഏതാ? ഈശ്വരൻ എന്ന ഭാവമാണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ആചാര ലംഘനമല്ല, യഥാർത്ഥ ആചാര പാലനമാണ്. രണ്ട് ഗുണങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ നമ്മളതിൽ ഏത് ഗുണത്തെയാണ് ഉയർത്തിക്കാണുന്നത്? ഉന്നതമായ ഗുണം അല്ലേ? അവിടെ മകനാണ് എങ്കിലും സാക്ഷാൽ ഭഗവാനാണ് എന്ന ബോധ്യായിക്കൊണ്ട് കർദമനുണ്ട്. അതുകൊണ്ട് ആ പാദങ്ങളെ നമസ്കരിച്ചു. ഇതൊരു പക്ഷേ നമുക്കൊരു ചിന്തയ്ക്കൊരു ഭ്രമം ഉണ്ടാവാം. ആ ഭ്രമത്തിന് മറുപടി വ്യാസൻ തൊട്ടുപുറകിലും അടുത്ത കഥയും കൂടെ തീർക്കുന്നുണ്ട്. ദക്ഷയാഗത്തിൽ എങ്ങനെയാണ് തീർക്കുന്നത്? അവിടെ മഹാദേവനായി കാണേണ്ടതിന് പകരം സാക്ഷാൽ മഹാദേവനെ ദക്ഷൻ തൻ്റെ മരുമകനായി താഴ്ത്തി കണ്ടു. അതിൻ്റെ ഫലമായിട്ട് ദക്ഷന്റെ ശിരസ് നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു. മനസ്സിലായില്ലേ? ഇവിടെ അച്ഛനും മകനുമാണെങ്കിൽ അവിടെ മരുമകനും അമ്മായിയപ്പൻ എന്നുള്ള വ്യത്യാസമില്ല, ഈശ്വരൻ എന്നുള്ള മഹാദേവൻ എന്നുള്ള വ്യത്യാസം. അപ്പോൾ അവിടെ ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ തന്നെ കണ്ട് നമസ്കരിച്ചു, അവിടെ വിട്ട് പോവുകയുണ്ടായി. ഈ സമയത്ത് മകനോടൊരു കാര്യം കൂടി പറഞ്ഞു. ഇവിടെ ഞാൻ
പോകുന്ന വേള ഞാൻ മുമ്പേ തന്നെ പോകാൻ ആഗ്രഹിച്ചതാണ്. അന്ന് നിന്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് നിനക്ക് ജന്മം നൽകുക കൂടി ഞാൻ ചെയ്തു. ഇനി നീയും ഈ ജീവിതം വിട്ടു പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ആ സമയത്ത് അമ്മയായ ദേവഹൂതിയെ ദുഃഖത്തിലാഴ്ത്താതെ വേണം നീ വിട്ടുപോകാൻ. മനസ്സിലായില്ലേ? കാരണം പിതാവ് പോകുമ്പോൾ ദുഃഖത്തിന് കാരണം പറഞ്ഞാണല്ലോ മകനെ കിട്ടിയത്. ഇനി മകൻ പോകുമ്പോൾ വീണ്ടും ഈ വിഷയം വരില്ലേ, ആശ്രയം. അപ്പൊ അതുകൊണ്ട് ദുഃഖത്തിലാഴ്ത്താതെ വേണം പോകേണ്ടതെന്ന് പറഞ്ഞു. ശരി, അച്ഛനോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പരിഹരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ യാത്രയാക്കി. കുറേ കാലം കഴിഞ്ഞപ്പോൾ കപിലൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കും ഈ ഭൗതിക ജീവിതത്തിന്റെ കാമനകളൊന്നും വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല, ഞാനും ഇവിടം വിട്ട് തപസ്സനുഷ്ഠിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്രകാരം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിന്റെ പിതാവ് പോയപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നിയില്ല, നീ ഉണ്ട് എന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. നീ കൂടി പോകുമ്പോൾ ഞാൻ ആരെയാണ് ആശ്രയിക്കേണ്ടത് എന്നൊരു ചോദ്യം അമ്മ മകനോട് ചോദിച്ചു. ഇവിടെയാണ് വലിയ ഒരു ജ്ഞാനോപദേശം, കാപിലേയം എന്ന് പറയുന്ന വലിയൊരു ജ്ഞാനസംഹിത കപിലൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് വേണ്ടി ഉപദേശിക്കുന്നു. വളരെ വിശാലമായ ഉപദേശമാണ്. എപ്രകാരമാണ് ഒരു ജീവനോ തൻ്റെ അജ്ഞാന കാരണമായിട്ടുള്ള ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കപിലോപദേശം പഠിച്ചാൽ മതി. ഒരു ജീവന് പരമമായ ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ആരെ ആശ്രയിക്കുക ആളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആശ്രയിക്കേണ്ട പാദത്തെ തിരിച്ചറിഞ്ഞ് ആശ്രയിക്കുക എന്നുള്ളതാണ്. ജ്ഞാനം കൊണ്ട് മാത്രമേ ദുഃഖ നിവാരണം ഉണ്ടാവുകയുള്ളൂ എന്ന് കപിലൻ തൻ്റെ അമ്മയെ ഉപദേശിക്കുന്നു. അമ്മയെ ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചത് കൊണ്ട് ദുഃഖം തീരുകയില്ല. കാരണം ഭാഗ്യമായി ആശ്രയിക്കുന്ന സർവ്വതും ശാശ്വതമല്ലാത്തതാണ്. ശാശ്വതമല്ലാത്ത വസ്തുവിനെ നമ്മൾ ആശ്രയിച്ചാൽ ആ വസ്തു നമുക്ക് മുമ്പേ ഇല്ലാണ്ടാവോ നമുക്ക് ശേഷം ഇല്ലാണ്ടാവോ എന്ന് വല്ല ഉറപ്പുണ്ടോ? മനസ്സിലായില്ലേ? അതുകൊണ്ട് ആത്യന്തികമായ ദുഃഖ നിവാരണം വരുമെന്ന് ഉറപ്പുണ്ടോ? നമ്മൾ ആശ്രയിക്കുന്ന ഒരാള് ശാശ്വതമാണെങ്കിൽ മാത്രമേ അതിന് നമുക്ക് ശാശ്വതമായ ആശ്രയം തരാൻ പറ്റൂ. നമ്മളിപ്പോൾ ഒരാളിനെ ആശ്രയിക്കുകയാണ്, നമ്മളൊരു ബന്ധുവിനെ, നമ്മൾ അയാളെ ആശ്രയിച്ച് വിശ്വസിക്കുകയാണ്. എനിക്ക് ഏത് വിഷമം വന്നാലും എന്നെ സഹായിക്കാൻ ഇന്ന ആളുണ്ട്. പക്ഷെ ഇന്ന് വരെ വിഷമം വന്നിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. പക്ഷെ നമുക്കൊരു വിഷമം വരുന്നതിന് മുമ്പ് അയാളെ തട്ടിപ്പോയാലോ? അത്രയും നാളത്തെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ആശ്രയബോധം എല്ലാം അവിടെ തീർന്നില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആശ്രയിക്കേണ്ടത് എങ്ങനെയുള്ളവരെ ആയിരിക്കണം? നാശമില്ലാത്തതിനായിരിക്കും. നാശമില്ലാതെ ആശ്രയിക്കാൻ ഈ ലോകത്തൊന്നു മാത്രമേ ഉള്ളൂ. അതെന്താ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ആ ഈശ്വര ജ്ഞാനത്തെയാണ് അമ്മയ്ക്ക് ആര് ഉപദേശിക്കുന്നത്? കപിലൻ ഉപദേശിച്ചു കൊടുക്കുന്നു. ആ ഉപദേശിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനെയും ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപത്തെ അമ്മയ്ക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ ശാശ്വതമാണോ? ആണോ? നമ്മൾ കാണുന്നത് കൊണ്ടുണ്ട് എന്ന് പറയാം, ശാശ്വതമല്ല. സത്യം എന്ന് പറയുമ്പോൾ 4 തരം സത്യങ്ങളെ വിഭജിച്ച് നമ്മൾ ചിന്തിക്കണം. ഒന്ന് ക്ഷണിക സത്യങ്ങളുണ്ട്, ഒന്ന് ഹ്രസ്വ സത്യങ്ങളുണ്ട്, ഒന്ന് വ്യാവഹാരിക സത്യങ്ങളുണ്ട്, 4മത്തത് പാരമാർത്ഥിക സത്യങ്ങൾ. ക്ഷണിക സത്യം എന്താ? പെട്ടെന്നൊരു നിമിഷം നമുക്ക് തോന്നൽ വരികയാണ്, ഇല്ല വരുന്ന ആള് ഇന്ന ആളാണ്, നമ്മൾ ആളാണെന്ന് വിശ്വസിച്ചു, അതൊരു ക്ഷണികമാണ്. ശരി, കൂടെ അടുത്തോട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ല, ആ വിശ്വസിച്ച സമയത്ത് അതൊരു സത്യമല്ലേ, ഇന്ന ആളാണ് എന്ന് നമുക്ക് തോന്നിയത് അല്ലേ? അപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവര് ഈ മണലിൽ വെയിലടിക്കുമ്പോൾ വെള്ളമുണ്ടെന്ന് തോന്നും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അതിന് അടുത്തെത്താനൊരു ഉത്സാഹം വരും. കാര്യം എന്താ? വെള്ളം കിട്ടാൻ സ്ഥലമായി, വെള്ളമുണ്ട് എന്നൊരു ബോധം വന്നു. പക്ഷെ ഇച്ചിരി അങ്ങോട്ട് നമ്മൾ മനസ്സിലായത് വെറും മണലാണ്. അപ്പോൾ അത് ക്ഷണിക സത്യമല്ലേ? അല്ലേ? ഇനി ചിലത് ഹ്രസ്വസത്യമായിരിക്കും. കുറച്ച് നാൾ വരെ നമുക്ക് സത്യമാണെന്ന് തോന്നും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളറിയാം അതല്ല സത്യം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാടില്ലേ? ചില ആൾക്കാർ ചിലതൊക്കെ പറഞ്ഞ് നമ്മളെ സത്യമാണെന്ന് ധരിപ്പിച്ചു നോക്കും. കുറേ നാൾ വരെ നമ്മളത് സത്യമാണെന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു അത് സത്യമല്ല. അപ്പോഴും ദുഃഖത്തിൻ്റെ കാരണമാവുന്നില്ലേ?
ഇനി പാരമാർത്ഥിക വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നിങ്ങളിരിക്കുന്ന കസേര സത്യമാണെന്ന് ചോദിച്ചാൽ സത്യമാണ്, പക്ഷെ അത് വ്യാവഹാരികമാണ്, പാരമാർത്ഥിക സത്യമല്ല. എന്താ പാരമാർത്ഥിക അല്ലെന്ന് പറയാൻ കാരണം? എല്ലാ കാലത്തും ഇതുപോലെ ഉണ്ടായിരുന്നതാണോ? അത് എല്ലാ കാലത്തും അതുപോലെ തന്നെ ഇത് ഉണ്ടാവുമോ? ഉണ്ടാവും. അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ഈ സ്റ്റേജ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നതാണോ? എല്ലാ കാലത്തും ഇതിവിടെ ഉണ്ട് എന്ന് ഉറപ്പുണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? നമ്മൾ ചുറ്റും കാണുന്ന വൃക്ഷലതാദികൾ, നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഈ റോഡ് സത്യമല്ലേ എന്ന് വെച്ചാൽ സത്യമാണ്. അനുഭവിക്കുന്നത് കൊണ്ടും നമ്മുടെ മുന്നിലോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടും സത്യമാണ്. പക്ഷെ എല്ലാ കാലത്തും ഇത് സത്യമാണ്. അതിന്റെ ആശയം മനസ്സിലായോ? അപ്പൊ ഈ 3 സത്യങ്ങളും അതേ തലത്തിൽ നമ്മൾ ആശ്രയിച്ചിട്ട് കാര്യമില്ല. പിന്നെ ആരെ ആശ്രയിക്കണം? പാരമാർത്ഥികമായ സത്യത്തെ ആശ്രയിക്കണം. അതിനാണ് പ്രപഞ്ചത്തിന്റെ സ്വരൂപത്തെ കാട്ടിയത്. എങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപത്തെ കാട്ടിയത്? ആ പ്രപഞ്ച സ്വരൂപത്തെ കാട്ടുന്നത് അമ്മയ്ക്ക് ജ്ഞാനോപദേശം കൊടുത്തു. അമ്മ അവിടെ ശിഷ്യയായി മാറി, മകൻ ഗുരുവായി മാറി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അമ്മയ്ക്കുള്ള ജ്ഞാനത്തെ പകർന്നു കൊടുക്കുകയാണ്. ലോകത്തിന് ആവശ്യമായ ജ്ഞാനം സ്വന്തം അമ്മയ്ക്ക് പകർന്നു കൊടുക്കുന്ന നിലയിൽ കപിലൻ ലോകത്തിന് ആ കപിലന്റെ അവതാരത്തിലൂടെ പകർന്നു കൊടുക്കും. ഇവിടെ ഈ അമ്മയ്ക്ക് പകർന്നു കൊടുത്തതോടുകൂടി ഒരു പ്രത്യേകത കൂടി ഉണ്ടായിട്ടുണ്ട്. ആ പ്രത്യേകത നിങ്ങളെല്ലാവരിലും ഉണ്ട്. എന്താന്ന് പറയാമോ? പ്രത്യേകിച്ച് ഇത് പറയാൻ യോഗ്യത സ്ത്രീജനങ്ങളാണ്. നിങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മഹാകഷ്ടമാണ്. കപിലാവതാരവും നമ്മുടെ അനുമോചനവും തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. എന്താ? നിങ്ങൾ വെള്ളം കുടി, ഞാനും കുടിക്കാം. എന്താ കപിലാവതാരവുമായിട്ടുള്ള ബന്ധം? ഒരു സൂത്രവാക്യം അന്വേഷിപ്പിൽ കേട്ടതാണ്. ശരി, അവിടെ മകൻ അമ്മയ്ക്കുള്ള ഉപദേശം കൊടുക്കുമ്പോ ഈ പ്രപഞ്ച തത്വത്തെ കുറിച്ച് പറയും. 24 തത്വങ്ങളായിട്ട് പറയും. 24 തത്വങ്ങളെ കുറിച്ച് പറയും. ജ്ഞാന ചിന്തയിൽ ഈശ്വരനെ പരമമായ സ്വരൂപത്തോടുകൂടി സർവവ്യാപി എന്ന സങ്കല്പത്തോടുകൂടി അറിയുന്നത് ഏത് ദർശനത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ സാഖ്യം എന്ന ദർശനത്തിലൂടെയാണ്. ഈ സാഖ്യാദർശനത്തിന്റെ ഉപജ്ഞാതാവാണ് കപിലൻ. മനസ്സിലായില്ലേ? ഈ സാഖ്യാദർശനത്തിന്റെ സ്പന്ദനമാണ് ഭാഗവതത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാഗവതത്തെ മുന്നോട്ട് നയിക്കുന്ന മാർഗദർശി എന്ന് പറയുന്നത് കപിലന്റെ ജ്ഞാന സംഹിതയാണ്. പ്രേരകം എന്ന് പറയുന്നത് കപിലന്റെ ജ്ഞാനമാണ്. ഈ കപിലന്റെ ജ്ഞാന സംഹിത തന്നെയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതോപദേശത്തിലൂടെ പകർന്നു കൊടുക്കുന്നതും. അതുകൊണ്ടാണ് അർജുന വിഷാദം കഴിഞ്ഞാൽ തൊട്ട് പുറമെ തന്നെ സാഖ്യോപദേശം കടന്നു വരുന്നത്. അത് അർജുനന് മനസ്സിലാവാത്തത് കൊണ്ടാണ് അർജുനൻ പിന്നെയും സംശയം ചോദിച്ചത്. സാഖ്യയോഗത്തിൽ പരമമായ ജ്ഞാനത്തെ പറഞ്ഞ് സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെ വരെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴും ആർക്കും മനസ്സിലായില്ല. അർജുനൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉറച്ചില്ല. അർജുനൻ അന്നേരം ചോദിച്ചു, ജായസി കർമ്മണസ്തേ മതബുദ്ധിർജനാമനാദുഃഖം കർമ്മണി ഗോരേവ നിയോജയസി കേശവ. അല്ലയോ കേശവ, നീ ജ്ഞാനമൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കൊല്ലു എന്ന് പറഞ്ഞാൽ നീ മുമ്പേ പറഞ്ഞു എല്ലാം ആത്മാവാണ്, ആത്മാവ് നശിക്കുന്നില്ല, നാശമില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആരെയാ കൊല്ലേണ്ടത്? എന്തിനാണ് എന്നെ ഈ ഘോരമായ കർമ്മത്തിൽ വീണ്ടും നീ നിയോഗിക്കുന്നതെന്നൊരു ചോദ്യം കൂടി ആര് പറയുന്നുണ്ട്? അർജുനൻ ചോദിക്കും. അപ്പൊ അതിനാണ് പിന്നെ വീണ്ടും അങ്ങോട്ട് തുടരുന്നത്. മനസ്സിലായില്ലേ? പിന്നെ അങ്ങോട്ടുള്ള ഓരോന്നും അർജുനൻ ചോദിച്ചു പറയിപ്പിച്ചതാണ്. ഭഗവാൻ പറയാൻ ഉദ്ദേശിച്ചത് മുഴുവൻ ചുരുക്കി രണ്ടാമത്തെ ആ അധ്യായത്തിലൂടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് ഗീത. പിന്നീട് അതിനെ ലഘൂകരിച്ചാണ് 18 അധ്യായങ്ങളിലായി പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സാഖ്യത്തിന്റെ ഉപദേശത്തിൽ പറഞ്ഞു ഈ 24 തത്വങ്ങൾ എന്തൊക്കെ? 24 പഞ്ചമഹാഭൂതങ്ങൾ അല്ലേ? ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. പഞ്ചതന്മാത്രകൾ ഏതൊക്കെയാ? നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ശബ്ദം, സ്പർശം, രൂപം, രസനം, ഗന്ധം അല്ലേ? പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഞ്ചതന്മാത്രകളിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടായതൊരു ചാത്തുനില പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഉണ്ടോ?
പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ. പിന്നെയോ പഞ്ചജ്ഞാനേന്ദ്രിയം, പിന്നെ പഞ്ചകർമ്മേന്ദ്രിയം. അപ്പോൾ 14 20 അല്ലേ? പഞ്ചമഹാഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചകർമ്മേന്ദ്രിയം 20ആയി. അന്ധക്കരണങ്ങൾ 4. ഈ അന്ധക്കരണങ്ങളുടെ വൃത്തിയാണ് ഈ പ്രപഞ്ചമുണ്ട് എന്നുള്ള തോന്നൽ. ഈ പഞ്ചമഹാഭൂതങ്ങളാണ് പ്രകൃതിയായി പരിണമിച്ചത്. അവയെ അറിയാനുള്ളതാണ് പഞ്ചതന്മാത്രകൾ. പഞ്ചതന്മാത്രകളിലൂടെ അവയെ അറിയാനുള്ള ഉപകരണം പഞ്ചജ്ഞാനേന്ദ്രിയം. പഞ്ചജ്ഞാനേന്ദ്രിയത്തിലൂടെ അറിഞ്ഞ് വ്യവഹാരം ചെയ്ത പഞ്ചകർമ്മേന്ദ്രിയം. പഞ്ചജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയത്തിൻ്റെ വ്യവഹാരത്തിന് സാക്ഷിയായി നിൽക്കുന്നത് അന്ധക്കരണം. അന്ധക്കരണം 4. ഒറ്റ വാക്കിൽ നമ്മൾ മനസ്സെന്ന് പറയും. ചിത്തം, അഹം, ബുദ്ധി തുടങ്ങിയിട്ടുള്ള പ്രക്രിയ 4 ഭാവങ്ങളായിട്ട് അന്ധക്കരണത്തെ പറയുന്നുണ്ട് അല്ലേ? മനസ്സ്, ചിത്തം, അഹം, ബുദ്ധി 4. പിന്നെയോ ഇതിലൊന്നിനും പെടാതെ ഈ പ്രവർത്തനത്തെ മുഴുവൻ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം എന്ന വിശേഷം. മനസ്സിലായില്ലേ? കാലമല്ല ഈ പ്രകൃതിയുടെ മാറ്റത്തെ മുഴുവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 25ാമത്തത് ഈ 24ൽ പെടാത്ത കാലം എന്ന വിശേഷം. അങ്ങനെ 24 തത്വങ്ങളെ മാതാവിന് ഉപദേശിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് നമ്മളിവിടെ സപ്താഹം തുടങ്ങിയ ദിവസം തന്നെ പറഞ്ഞത് 24ാമത്തെ ഭാഗവത യജ്ഞമാണിത്. 24 തത്വത്തെ അറിഞ്ഞാൽ ഈ പ്രകൃതിയെ അറിഞ്ഞു, പ്രകൃതിയുടെ പുരുഷനെ അറിഞ്ഞു, പ്രകൃതി പുരുഷ തത്വത്തെ അറിഞ്ഞു. മനസ്സിലായില്ലേ? ഇപ്പൊ 24ാമത്തെ യജ്ഞം കൊണ്ട് അത് നേടാൻ സാധിച്ചാൽ അതാ ഭാഗ്യം. മനസ്സിലായോ? ചില സംഖ്യകളെല്ലാം പ്രശ്നമാണ്. അപ്പൊ അത്തരത്തിൽ അമ്മയെ ഉപദേശിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മേ, അന്ധക്കരണത്തിൽ ഈശ്വരന്റെ രൂപം സ്വയം വന്നു ചേരുന്ന കാലം വരെയും ബാഹ്യ പൂജാതി കാര്യങ്ങളിലൂടെയുള്ള അനുഷ്ഠാനങ്ങളിലൂടെ കേവല ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുകയും ഭഗവാനുള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ സർവ്വതിലും ഈശ്വരനെ കാണുന്ന ഉത്തമ ഭക്തിയിലേക്ക് ഉയരുകയും ചെയ്യുക എന്നതാണ് മോക്ഷത്തിന്റെ മാർഗം. അമ്മയ്ക്ക് മോക്ഷത്തിന്റെ വഴിയും പറഞ്ഞു കൊടുത്തു. നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കേണ്ട കാര്യമാണിത്. മനസ്സിലായില്ലേ? ഭഗവാന്റെ സ്വരൂപം സ്വയമേവ ഉള്ളിൽ വന്നു നിറയുന്ന കാലം വരെയും കേവല ഭക്തിമാർഗങ്ങളായ, ആ വാക്ക് ശ്രദ്ധിക്കണം, കേവല ഭക്തിമാർഗങ്ങളായ ഭാഗ്യപൂജാതി കർമ്മങ്ങളിലൂടെയും വിഗ്രഹങ്ങളിലൂടെയുമുള്ള പൂജകൾ അനുഷ്ഠാനമായി കൊണ്ട് നടക്കുക. എല്ലാ കാലത്തും വിഗ്രഹത്തിൽ തളയ്ക്കപ്പെടരുത്. വിഗ്രഹം മോശമെന്നല്ല പറഞ്ഞത്. എല്ലാ കാലത്തും LKGയിൽ മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പഠിക്കാൻ മിടുക്കരാണെന്നാണോ പറയുന്നതിൻ്റെ അർത്ഥം? ഇപ്പൊ നമ്മളെല്ലാവരും എല്ലാ കാലത്തും LKGയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തോട്ടൊന്നും പോകാൻ സാധിക്കുന്നില്ല. സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് കേവല ഭാഗ്യപൂജ എന്താ പറഞ്ഞത്? ഭഗവാനിലേക്ക് ഇന്ദ്രിയങ്ങളെ അടക്കി നിയന്ത്രിക്കാൻ പ്രേരിപ്പിക്കുവാനാണ് പൂജകൾ. മനസ്സിലായില്ലേ? പൂജകളൊന്നും ഭഗവാനിലേക്ക് എത്തുന്നില്ല. ഭഗവാനിലേക്ക് എത്താൻ നമ്മുടെ ഇന്ദ്രിയാദികൾ നിയന്ത്രിക്കപ്പെടണം. ഇന്ദ്രിയാദി കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടാൻ നമ്മളെ ഇന്ദ്രിയങ്ങളെ സാംശീകരിച്ച് ഏകാഗ്രപ്പെടുത്തി ഒരേ വസ്തുവിലേക്കുള്ള ശ്രദ്ധയിലേക്ക് തിരിക്കാനുള്ള പ്രേരകങ്ങളാണ് ഭാഗ്യപൂജാദി കാര്യങ്ങൾ സർവ്വതും. അതിനാണ് ക്ഷേത്രത്തിൽ വിഗ്രഹങ്ങൾ വരെ. മനസ്സിലായോ? ഈശ്വരന്റെ യഥാർത്ഥ സ്വരൂപമാണോ വിഗ്രഹം? ആണോ? അല്ല, പ്രതീകമാണ്. യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളെ ജനിപ്പിക്കുവാനുള്ള ഉപാധിയാണ്. എടാ, ക്ഷേത്രത്തിൽ വന്നിരുന്ന ക്ഷേത്രം ശരിയല്ലെന്ന് പറയുന്നു എന്ന് ചിന്തിക്കരുത്. ശരിയായ തലത്തിൽ ചിന്തയെ ഉയർത്തി നിർത്തിക്കൊണ്ട് ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഇന്ന് തൃശ്ശൂർ പൂരത്തിന്റെ ദിവസമാണ്. പണ്ടൊരച്ഛൻ മകനെ കൊണ്ട് തൃശ്ശൂർ പൂരം കാണാൻ പോയി. മകന് കുറേ കാലമായിട്ടൊരു വാശി. അച്ഛനോട് പറയും, അച്ഛാ തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞു. കൂട്ടുകാരെല്ലാം പോകുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നിന്നെയും കൊണ്ടുപോകാം. അച്ഛൻ മകനെ കൊണ്ട് തൃശ്ശൂർ പൂരം മുഴുവൻ കണ്ടു. മണിക്കൂറുകളോളം നടന്ന് കണ്ടിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ മോനോട് ചോദിച്ചു, തൃശ്ശൂർ പൂരം എങ്ങനെയുണ്ടായിരുന്നു മോനെ? കണ്ടിട്ട് എന്തു അമ്മ, ആയിരക്കണക്കിന് കൈകാലുകളാണ് തൃശ്ശൂർ പൂരം. എന്താ കാരണം? അച്ഛൻ ഒരു സമയത്ത് പോലും മോനെ ഒന്നും എടുത്ത് പൊക്കി കാണിച്ചില്ല. അച്ഛൻ മോനെയും കൊണ്ട് ഇങ്ങനെ നടന്നു പോയി. മോൻ നടന്ന സമയത്ത് കണ്ടതെല്ലാം ചുറ്റും നിൽക്കുന്നവരെ കയ്യും കാലും എല്ലാം കണ്ടു.
മനസ്സിലായില്ലേ? അവൻ യഥാർത്ഥത്തിൽ എന്ത് വിചാരിച്ചു? തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതുപോലെ കേട്ടത് വെച്ചിട്ട് നമ്മുടെ ബുദ്ധിയെ ഉയർത്താതെ ക്ഷേത്രത്തെ കുറ്റം പറഞ്ഞു എന്ന് ചിന്തിച്ച് കളയരുത്. കാരണം എന്താ? ഉയർന്നാലേ നമുക്കത് മനസ്സിലാവൂ. പറഞ്ഞതിന്റെ വ്യത്യാസം മനസ്സിലായോ? നമ്മൾ നിന്ന തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വ്യാഖ്യാനിച്ച് കളയരുത്. എന്നിട്ടത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. അപ്പൊ ഇവിടെ ഭാഗവതം കൃത്യമായി പറയുന്നു, ഭാഗ്യ പൂജാദികളെല്ലാം തന്നെ കേവലാചാരങ്ങളാണ്. ഈ കേവലാചാരങ്ങൾ സ്ഥിരമല്ലാത്തതാണ്. മനസ്സിലായില്ലേ? ഈ കേവലാചാരത്തിൽ നിന്ന് മുക്തി നേടണം എപ്പോ? ഉള്ളിൽ ഭഗവാനെ നേടിക്കൊണ്ട്. അതാണ് ഉത്തമ ഭക്തി. അപ്പൊ സർവചരാചരങ്ങളിലും ഈശ്വരനെ അനുഭവിക്കണം. അതാണ് ഉദാത്ത ഭക്തി. ആ ഉദാത്ത ഭക്തിയിലേക്ക് ഉയരാനാണ് അമ്മയോട് ആര് ഉപദേശിക്കുന്നത്? കപിലൻ ഉപദേശിക്കുന്നത്. ഇത് നമുക്കും ബാധകമല്ലേ? അല്ലേ? ഇനി ഉപദേശിച്ചത് മുഴുവൻ അമ്മ കേട്ടില്ലേ? അല്ലേ? ശ്രവിച്ചില്ലേ? ആ ശ്രവിച്ചതിന്റെ ഫലമായി മകൻ വിട്ടുപോയി. അവിടെ നിന്ന് അമ്മയ്ക്ക് ദുഃഖം ഉണ്ടായില്ല. കാരണം എന്താ? അമ്മ ജ്ഞാനത്തിലേക്ക് എത്തി. ശ്രവണത്തിലൂടെ ആത്മജ്ഞാനത്തെ നേടിയ അമ്മ ആ മകൻ പറഞ്ഞ പാതയിലൂടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഈശ്വരപ്രാപ്തി നേടുകയും ചെയ്തു. അപ്പൊ ജ്ഞാനമാണ് ജീവിതത്തെ നമ്മളെ ഉയർത്തുന്നതും ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്നതും എന്നുള്ള നിലയിലേക്ക് എത്തിച്ചു. ഇവിടെ മകൻ പറഞ്ഞത് സശ്രദ്ധം കേൾക്കാൻ അമ്മ തയ്യാറായി. അവിടെ ശ്രവണം എന്ന ബോധമല്ലേ ഉയർന്നത്? അല്ലേ? ഈ ശ്രവണബോധത്തിന്റെ പ്രതീകമാണ് മുമ്പേ പറഞ്ഞത് കപിലൻ നമ്മളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞത്.